അന്ന് എന്നെ മറ്റേ വാട്ടർ ടാങ്കിൽ അടച്ചില്ലേ, അങ്ങനെ അടച്ചതായിട്ട് വീഡിയോ ചെയ്തതിന് ഇയാൾക്കെതിരെ പറയണം. ഇയാളെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആ കേസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ഒന്ന് ഹൈപ്പർ ആവണമെന്ന് ഇൻ്റർവ്യൂവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ അത് സെറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളായിക്കോട്ടെ അയാളെ ഞാൻ താഴ്ത്താനോ അടിച്ചിടാനോ അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യം നോക്കുന്നു, എൻ്റെ ഗ്രീൻ ഹൗസിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് ഈ പുള്ളിക്കാരൻ മറ്റേ സാംസ്കാരിക നേതാക്കളൊന്നും അല്ലല്ലോ, നമുക്ക് നേരെ ചൊവ്വയുള്ള നല്ലത് പറഞ്ഞു തരാനായിട്ടുള്ള ആളൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ അയാളുടെ കാര്യം ചെയ്തു പോട്ടെ. അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സർക്കാരും സിസ്റ്റവും ഒക്കെ പ്രശ്നം ഉണ്ടാക്കാമല്ലോ. അത് എന്നെപ്പോലെ സാധാരണക്കാരനല്ല അതിന് പ്രശ്നം ഉണ്ടാക്കേണ്ടത്. പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മളെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനോടാണേലും നിങ്ങളോടാണേലും ഞാൻ പറയാം. ഓക്കെ, ഒരാൾ സമൂഹത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ, ചുറ്റും നടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ, നമ്മുടെ ജീവിത രീതി ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ അയാൾക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ. വാട്ടർ ടാങ്കുകൾക്ക് അവൻ ദൈവമാണ്. കടലിന് പോലും പേടിയാണ് തീരത്തേക്ക് തിരയടിക്കാൻ. കൂട്ടത്തിൽ വല്ല സിറിഞ്ചും ഉണ്ടെങ്കിൽ അവൻ കടലമ്മ വരെ തള്ളക്കി വിളിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വെൽക്കം ചെയ്യാം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവര് വരെ ഒരേ സ്ഥലത്തിൽ പച്ച പലയാട്ട് നടത്തിയ പച്ച വീട്ടിൽ പ്രശ്നേ. ആദ്യമേ ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ പച്ച പലയാട്ട് നടത്തിയ, അതായത് എൻ്റെ മേലെയുള്ള അധിക്ഷേപത്തിനെയാണ് അണ്ണൻ അഡ്രസ്സ് ചെയ്തത് എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പിന്നെ അണ്ണനിക്ക് പറയാനുള്ളത്, ഞാൻ കടലമ്മയെ ഇന്നേവരെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇനി ഒട്ട് പറയാനുമുള്ള. കാരണം മനുഷ്യരാണ് പ്രകൃതിയെയും ഉപദ്രവിക്കുന്നത്. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് ഞാൻ ഇവിടെ മാക്സിമം മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ചില വീഡിയോസ് ആണ് കേരള ജനക്കൂട്ടം റിയാക്ഷൻ നമുക്ക് വെൽക്കം ചെയ്യാം. ഇദ്ദേഹത്തെ എങ്ങനെ എടുത്ത് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് എനിക്ക് അറിയാമോ? അറിയാലോ എല്ലാവർക്കും. അദ്ദേഹത്തിന്റെ വീഡിയോയിലോട്ട് പോവാം. വളരെ വളരെ മനോഹരമായ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലോട്ട് പോവാം. അണ്ണനിക്ക് ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. അണ്ണനിത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടും. സംഭവം ഉണ്ടല്ലോ, ലൈറ്റിങ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ ഉപയോഗിക്കുന്ന വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഡിവൈസ് ഏതാണെങ്കിലും ആ ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. നല്ല ക്ലാരിറ്റിയുള്ള വിഷ്വൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈറ്റിങ്ങും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഡാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം, ഇരുട്ട് ഭയങ്കര വൈബ് അടിക്കുന്ന ഒരാളായിരിക്കാം. എന്നാൽ ഇരുട്ടിലെ വാഴവൻ എന്നൊക്കെ പറയുന്ന ഒരു മൂഡ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഒരുപാട് ആൾക്കാർക്കയിൽ കൺവേ ചെയ്യുന്ന ഒരു വീഡിയോ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് നല്ല പ്രയോജനമായിട്ട് വരും. ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം വീഡിയോ ക്വാളിറ്റി, മൂന്നാമത്തെ കാര്യം ഓഡിയോ ക്വാളിറ്റി. ഈ 3 സാധനം സെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിന് കണ്ടൻറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം സാധനം സെറ്റാവും. നൈസ് വൈബിൽ സ്കൈറോക്കറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ലൈറ്റിങ്ങിൻ്റെ കാര്യം. അതെടുത്ത് വെച്ച് വലിക്കാൻ ഉപയോഗിക്കുന്നു. അതിന്റെ പേര് തൊലി. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കാര്യത്തിലാണ്. ഞാൻ ഇയാളുടെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷേ വല്ലപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴായിക്കോട്ടെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും പുള്ളിയെ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതുപോലെ പുള്ളിയുടെ കാര്യമെങ്കിലും പുള്ളി സത്യസന്ധമായിട്ട് പറയും. അത് അണ്ണൻ്റെ ആ ഒരു ഹാബിറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബി ആയിക്കോട്ടെ, പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പക്ഷേ അതിനൊന്നും അല്ല കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഒരു മാറ്റമില്ല. എടാ, ഇതിന്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പച്ചക്കറിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ കയ്യിലിട്ടിട്ടത് ഇങ്ങനെ അരിയുവാണെങ്കിൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വലിയൊരു അറിവാണ്. അതേപോലെ അവരുടെ കൈയൊന്നും മുറിയാതെയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എനിക്ക് ഇത് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഇത് എന്താണെന്നല്ലേ ചോദിച്ചുള്ളൂ. നമ്മളിങ്ങനെ മുറിക്കുമ്പോഴത്തേക്കും, അതായത് പച്ചക്കറി മുറിക്കുമ്പോഴത്തേക്കും ഇതിൽ സ്ക്രാച്ച് വീഴും. പിന്നെ പച്ച പറി എടുത്തതിനകത്ത് വെച്ചിട്ട് വരയാൻ പറ്റുമോ? ഇവൻ എന്താ പറയുന്നത്? അണ്ണാ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് സത്യസന്ധമായിട്ട് പറയുന്നതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, കുറേ കുഞ്ഞു പിള്ളേരൊക്കെ നിങ്ങളുടെ ഭയങ്കര ഫാൻസാണ്. അപ്പോൾ അവരെയൊക്കെ പുതിയ ക്രിക്കഡായിട്ടുള്ള ഐഡിയാസ് പറഞ്ഞു കൊടുക്കാതിരിക്കൂ. ഒന്നാമതേ നമുക്കറിയത്തില്ല ഇന്ന് ഓരോ കെമിക്കൽസൊക്കെ യൂസ് ചെയ്തിട്ട് സമൂഹം എങ്ങോട്ടാണ് പോണേന്ന്. അപ്പോൾ ഇതുപോലത്തെ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുക ചെയ്യണ്ടേ. കമോൺ മാൻ, കുറച്ചുകൂടെ ഒന്ന് സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ ഇത് ഇന്ന് സ്ക്രാച്ചായി പോകുന്നതാണ് ഈ വരകളായിട്ട് വരുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഫുഡിനകത്ത് ഇതിപ്പോൾ റബ്ബർ ആണെങ്കിൽ റബ്ബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ അംശമൊക്കെ നമ്മുടെ ഫുഡിനകത്തോട്ട് പോയിട്ട് കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കും. അങ്ങനെ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അസുഖം ക്യാൻസർ ആയതുകൊണ്ട് അതിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നു മാത്രം.
അപ്പൊ അതിന് മേലോട്ടൊരു അസുഖം വന്നാൽ അവൻ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നിന്റെ കയ്യിലിരിക്കുന്ന സാമാനത്തിന്റെ പേരാണ് കയ്യൊറ. അത് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സാമാനമാണ്. നിന്റെ വാപ്പാടെ കാലം മുതൽ ഈ സാധനം ഉള്ളതാണ്. നിന്നൊക്കെ പ്രായമുണ്ട്, അതിന് ബഹുമാനം കൊടുക്കും. ഇപ്പൊ ഈ സാധനത്തിനായിക്കോട്ടെ വേറെ എന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ ഒക്കെ കാലം തൊട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വീട്ടിലെ കാരണന്മാരുടെ പേരൊക്കെ വിളിക്കാൻ പോണവർ ചുറ്റും ഉണ്ടാവാം. അതെനിക്ക് ഓക്കെ ആണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ. എൻ്റെ വീട്ടിലോ ഞാനോ ഒരു സാധനത്തിനെ ആ സാധനമായിട്ടാണ് മനസ്സിലാക്കുന്നത്, അല്ലാണ്ട് അതിനെ വേറെ ആൾക്കാരുടെ പേരൊന്നും വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യാറില്ല. പലതരത്തിലുള്ള അസുഖങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ വളർച്ചയെ വരെ ബാധിക്കാൻ വരെ പ്രശ്നമുള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇതിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പം നിന്റെ കുട്ടിക്കാലത്ത് നിന്റെ വീട്ടുകാർ എന്തുമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ കയ്യിൽ പിടിച്ചിട്ട് ചുമ്മാ പച്ചക്കറി അരിയുമായിരുന്നു. അപ്പോൾ കൈ മുറിയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ സാധാരണക്കാരായതുകൊണ്ട് ഇത്രയും വലിയ വില കൂടിയ ആക്സസറീസ് ഒന്നും വാങ്ങിക്കാനുള്ള കഴിവോ അല്ലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണേലും വീട്ടിൽ ഇത് ഉപയോഗിക്കാറില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാവാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഇപ്പോൾ കാലങ്ങളായിട്ട് ആൾക്കാർ ചെയ്തു വരുന്ന ശീലം ആയിക്കോട്ടെ, അതിന് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് കറക്റ്റായിട്ട് സയൻറ്റിഫിക്കലി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്താൻ റെഡി ആകുമ്പോഴാണല്ലോ നമ്മൾ എവല്യൂഷൻ ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാണ്ട് നമ്മൾ പണ്ട് ആൾക്കാർ കടപ്പുറത്തും പാടത്തും പറമ്പത്തും പോയിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അതാണല്ലോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഇവിടെ അന്തസ്സും അഭിമാനത്തോടെ കുറച്ച് മാനവും മര്യാദയോടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, അതിനെ മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യുക. അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മാക്സിമം മാറ്റിയിട്ട് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ആക്സസറീസിലേക്ക് പോവുക എന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. പകരം നിങ്ങൾ ഒരു പഴത്തിന്റെ തൊലി എടുത്ത് കയ്യിലിട്ട് അത് റബ്ബർ ബാൻഡ് വെച്ച് ചുറ്റിയതിനു ശേഷം ഓർഗാനിക് ആയിട്ട് തൊലിക്കുക. അത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ഔട്ട് ചെയ്തോളൂ, ചെയ്ത് നോക്കിയോളൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുള്ളവരുണ്ട്, മനസ്സിലാവാത്തവരുണ്ട്. ഓക്കെ, അതെനിക്ക് കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ ആണ് കേട്ടോ. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ വീഡിയോസിന് റീച്ച് കൂടിയാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഫേസ്ബുക്കിലും യൂട്യൂബിലും നമുക്ക് മോണിറ്റൈസേഷൻ ഉണ്ട്, കുറച്ച് പൈസ കിട്ടും. നല്ലടാ, നീ പൊളി, നീയാണ്. ഈ സാധനം കണ്ട ഇത് ആക്ച്വലി നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതും വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ മൊമെന്റ്സോ അല്ലെങ്കിൽ ഇതും വെച്ചോണ്ട് നീ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ എനിക്ക് ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. ഞാൻ ഇതിന്റെ തുണിക്കടയിലോട്ട് ഇടുന്നതോ ഒന്നും കാണിച്ചിട്ടില്ല. അതായത് അനാവശ്യമായിട്ടുള്ള വൃത്തികെട്ട മെസ്സേജ് ഞാൻ സമൂഹത്തിനും കുഞ്ഞു പിള്ളേർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ എന്നെ ഇവന്മാരൊക്കെ മുതലെടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക്, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്ന് വിചാരിച്ച പലരും നല്ല അടിപൊളിയായിട്ട് മുതലാക്കി തുടങ്ങിയപ്പോൾ നീ ചെയ്യുന്ന ഏറ്റവും അടിപൊളി പരിപാടി എന്താ അറിയോ? നീ ക്ലീൻ ചെയ്യുന്നതും നീ ഈ ഒരു കടലിലൊക്കെ പോയി ഈ ഒരു വേസ്റ്റ് ഒക്കെ എടുക്കുന്ന നിന്റെ ആദ്യകാല വീഡിയോകളൊക്കെ അത് അടിപൊളിയായിരുന്നു. അത് ആദ്യകാലം അല്ലെണ്ണ, അതൊക്കെ ഏകദേശം റീസെന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ആദ്യകാലം ഇതൊന്നും അല്ല. ആദ്യകാലം നമ്മൾ മമ്മട്ടി എടുത്തുകൊണ്ട് പറമ്പില് മമ്മട്ടിപ്പണി, തുമ്പപ്പണി എന്നൊക്കെ പറയൂലേ, പറമ്പിൽ പുല്ലിയെത്തല്, ഔട്ട്ഡോർ ഡീപ്പ് ക്ലീനിങ് എന്ന് ഞാൻ പേര് കൊടുത്ത പ്രൊഫഷൻ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൂടുതൽ ഡീപ്പ് ക്ലീനിങ് വർക്കുകളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് ആൾക്കാരുടെ എൻക്വയറിക്ക് അനുസരിച്ച് വാട്ടർ ടാങ്കും ഇൻഡോർ ഡീപ്പ് ക്ലീനിങ്ങും ബാത്റൂം ഡീപ്പ് ക്ലീനിങ് വിത്ത് സ്റ്റെയിൻ റൂം പോലൊക്കെ ചെയ്തു തുടങ്ങിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി വന്നു, അതായത് എൻ്റെ ഫാമിലി പട്ടിണിയൊന്നും വരില്ല എന്നുള്ളത് എനിക്കൊന്ന് 100% കോൺഫിഡൻസ് ആയപ്പോഴാണ് കുറച്ച് വർക്കുകളും കുറേ ക്ലീനപ്സും ഒക്കെ ആയിട്ട് ഞാനൊന്ന് ഗ്രീൻ ഹൗസിനെ വേറെ രീതിയിലോട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്. എന്നെ പോലെ നിനക്കും മനസ്സിലായി ഇത് കൊള്ളാം ഈ പരിപാടി ഏത്. അത് ഞാൻ ഫോളോ ചെയ്തതുപോലെ ഈ നാട്ടിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വ്യൂ കിട്ടാനും പൈസ ഉണ്ടാക്കാനും എന്താണോ ചെയ്യുന്നത് അത് നീയും ചെയ്തു. അത്രേ ഉള്ളൂ കുട്ടാ. കണ്ട, അത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ പോസിറ്റിവിറ്റിയാണ്. പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയും കൂടെയാണ് കണ്ടന്റ് ചെയ്യുന്നത്. എനിക്ക് പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ പോലുമല്ല. എനിക്ക് എൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ക്ലീനിങ്ങിൻ്റെയും ഹൈജീൻ്റെയും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെയും കുറിച്ചുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വർക്ക് വരും. ഇപ്പോഴും എത്രത്തോളം ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടും എത്രത്തോളം സൈബർ ബുള്ളിങ് കിട്ടിയിട്ടും, അതായത് ഞാൻ ചെയ്യുന്ന ക്ലീനപ്പിനെ പോലും സൈബർ ബുള്ളിങ് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. അല്ലാതെ നീയൊക്കെ എന്ത് വേണം ചെയ്തോ, എന്നെ ഉപദ്രവിച്ചുകൊണ്ട് എൻ്റെ കമ്പനി ഉപദ്രവിച്ചുകൊണ്ട് നീ എന്തൊക്കെ എന്ത് വേണം ചെയ്തോ, പക്ഷേ എൻ്റെ ഫാമിലി ഉപദ്രവിക്കാനായിട്ട് വരരുത് എന്ന് മാത്രമേ ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഇത്രയും സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കുകളും പേഴ്സണൽ ലൈഫിൽ പോലും ഈ സൈബറും കൊണ്ട് വരുന്ന കുറേ വാളിപ്പിള്ളേരുണ്ട്. ഇവന്മാരൊക്കെ വന്നിട്ട് പോലും എൻ്റെ വർക്കിനോ എൻ്റെ കമ്പനിക്കോ ഒരു കോട്ടവും പറ്റിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഗ്രീൻ ഹൗസിൽ നോക്കിക്കഴിഞ്ഞാൽ എൻക്വയറീസാണ്. ഞാൻ ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സർവീസിന് വേണ്ടി ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അതൊക്കെ എൻ്റെ വിജയമാണ്. അപ്പോൾ എനിക്ക് വരുമാനം എൻ്റെ വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഫേസ്ബുക്കിലും യൂട്യൂബിലും
മോണിറ്റൈസേഷൻ ഇനേബിൾഡ് ആണ്, അതിൽ ചെറിയൊരു വരുമാനം കുറേശ്ശായിട്ട് വരും. വേറൊരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് കിട്ടുന്നുണ്ട്. അത് പണ്ട് തൊട്ടേ നമ്മളങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ത്രൂ ആണ് നമ്മുടെ പ്രോപ്പർ വർക്കുകളുടെ ഡോക്യുമെൻറ്റേഷനും കൂടുതൽ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് ചെയ്യുന്നുണ്ട്, കാശ് മേടിക്കുന്നുണ്ടെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ കണ്ടന്റ് ഈസ് ജസ്റ്റ് ഫോർ മണി ആൻഡ് മണി ഈസ് എവറിഥിങ്. ആ ചേച്ചിയുടെ മുമ്പ് വെച്ച് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നണ്ടെന്ന് ഓർത്തിട്ടാണ്. ഒരുപാട് പേര് തൊടുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ആ ഒരു പിന്നടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതൊന്ന് സാനിറ്റൈസ് ചെയ്തു കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. ഒരുപാട് പേര് തൊടുന്ന ഒരു സ്ഥലത്താണ് അവൻ സാനിറ്റൈസർ ചെയ്യാറുണ്ട്. ഈ ഒരുപാട് പേര് തൊടുന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനൊന്നും ചിന്തിക്കാതിരിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ സാധനമൊന്നും ഒരുപാട് പേർക്ക് തൊടാൻ കൊടുക്കാറില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ, നിങ്ങൾ ചിന്തിക്കുന്ന എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. ഒരുപാട് പേര് തൊടുന്ന സ്ഥലമാണ് ATMകൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ടല്ലോ, ആ സാധനമൊക്കെ. അല്ലാതെ ഒരുപാട് പേര് തൊടുന്ന സ്ഥലത്ത് ഞാൻ പോയി തൊടാറില്ല. എൻ്റെ സാധനങ്ങളൊന്നും ഞാനൊക്കെ തൊടാൻ കൊടുക്കാറില്ല. ഓക്കെ. പിന്നെ നമ്മൾ ആ ഇന്റർവ്യൂവിൽ പോയപ്പോഴത്തേക്കും ഷെയ്ഖാന്റെ തൊട്ട് പുറകെ സാനിറ്റൈസ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയെ നല്ല ഹേറ്റ് ഉണ്ട്. അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും പൈസ മേടിച്ചിട്ട് അവരുടെ മുമ്പിൽ അവരുടെ കൂടെ നിന്ന് അഭിനയിച്ച ആ ഒരു രംഗം അത്രയും നല്ല രീതിയിൽ എന്റെ ആക്ടിങ് സ്കിൽസ് എല്ലാം പുറത്തു വന്നതിലും ആക്ടറാണ് പക്ഷേ വീട്ടിൽ കൃഷ്ണേശ്വര വലിയ നായകനാണ്, നടനാണ് അവൻ. ആർക്കൊരു വിശ്വാസയോഗ്യമായതിലും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കുറച്ചു പേർക്ക്, 1-2 പേർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്ന് അറിയാം. ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നിയെന്ന് അത് വലിയൊരു അറിവാണ്. ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നിയെന്നിട്ട് അവരൊന്ന് തള്ളക്കി വിളിക്കുന്നേ. പറയാണ് അത് അവർക്ക് പൈസ വാങ്ങിയിട്ട് അവരുടെ അണ്ണൻ കേട്ട് തെറ്റാണ് കേട്ടാ, ഒന്നുകൂടെ കേക്ക്. പിന്നെ കുറച്ചു പേർക്ക്, 1-2 പേർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്ന് അറിയാം. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെന്ന് അറിയാം. അവർക്കെല്ലാം ഞാൻ പറഞ്ഞത് അത് പെയ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഭാഗമായിരുന്നു എന്നുള്ളത്. അല്ലാണ്ട് ഇഷ്ടപ്പെടാത്തവർക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ അവരുടെ പേഴ്സണൽ സ്പേസിലോ അവരുടെ പേഴ്സണൽ ലൈഫിലോ കയറിയിട്ട് ബുദ്ധിമുട്ടിക്കാൻ ചെന്നില്ലല്ലോ. ഞാൻ എൻ്റെ പേജിൽ, എൻ്റെ സ്പേസിലാണ് ഞാൻ കണ്ടന്റ് ഇട്ടത്. അതും അശ്ലീലമല്ല, അനാവശ്യമല്ല, ആക്രമണമല്ല. അത് എന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ബേഷായിട്ട് തെറി എഴുതി വിടുന്നുണ്ട്. അത് അവരുടെ സംസ്കാരം. അവരെ തിരിച്ച് തെറി പറയുകയോ അവരുടെ പുറകെ നടക്കുകയോ അല്ല എൻ്റെ രീതി, എൻ്റെ ജോലി. എനിക്കതിന് സമയവുമില്ല. സോ എന്നെ ഇഷ്ടപ്പെടുന്നവരോട് മാത്രമാണ് ആ പോയിന്റ് പറഞ്ഞത്. അത് അവർക്ക് പൈസ വാങ്ങിയിട്ട് അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഒരു അഭിനയം കാഴ്ചവെച്ചതാണ്. അവര് നിന്നെ പണി, നീ അതുപോലെ അങ്ങ് ചെയ്തും കൊടുത്തു, അവന്മാര് വ്യൂ ഉണ്ടാക്കി. എന്നാ കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. നീ തള്ളക്കിവിളിയും കേട്ട് എന്തിനാടാ മക്കളെ പറഞ്ഞത് പോയിന്റ് തന്നെയാണ്. ഏതാ തെറി ഒഴികെ ബാക്കി പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. അതായത് അവന്മാർ എന്നെ മുതലാക്കിയതാണ്. എനിക്കത് മനസ്സിലാവാഞ്ഞിട്ടില്ല. എനിക്ക് പൈസ കിട്ടി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഞാൻ പൈസയ്ക്ക് വേണ്ടി മറ്റേ പരിപാടി കാണിച്ചില്ല. അവരൊരു സാധനം അഭിനയിക്കാവോന്ന് ചോദിച്ച് പ്രോപ്പറായിട്ട് അഭിനയിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ എൻ്റെ പേജിലും ആ ഇൻ്റർവ്യൂ വന്നപ്പോഴേ ഞാൻ അതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം മുതലാക്കാനായിട്ട് വന്നിട്ടുള്ള ടീംസ് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഇൻ്റർവ്യൂ ഞാൻ എടുത്തത് തന്നെ. വേറെ ഒന്നുമല്ല, ആദ്യം ഗ്രീൻ ഹൗസിനെ കുറിച്ച് ഏറ്റവും ആദ്യമായിട്ടൊരു വൃത്തിയായിട്ട പോസ്റ്റ് വന്നത് അവരുടെ പേജിലാണ്. അവരുടെ പേര് ഞാൻ പറയാത്ത വേറെ ഒന്നുമല്ല, എൻ്റെ ഈ വീഡിയോയിലൂടെ അവർക്കൊരു റീച്ച് കിട്ടണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് പേര് പറയാത്തത്. പിന്നെ എൻ്റെ കയ്യിൽ അന്ന് ആ പോസ്റ്റ് വന്നപ്പോഴേ എൻ്റെ പരിചയമുള്ള കുറച്ച് പേര് പറഞ്ഞു, എടാ നിൻ്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്ന കമ്പനിയെ കുറിച്ചിട്ടാണ് ഇവന്മാർ ഈ അനാവശ്യം കാണിക്കുന്നത്, നിനക്ക് ഡിഫമേഷനോ അല്ലെങ്കിൽ നിൻ്റെ കമ്പനി നടത്തിപ്പിനെ ഇത് ബാധിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ കാര്യം മാറും. ഇവന്മാർ ഉത്തരം പറഞ്ഞിട്ട് വരും, ചിലപ്പം ഡിഫമേഷന് നഷ്ടപരിഹാരം തരേണ്ടി വരും. പിന്നെ എനിക്കിതിൻ്റെ പുറകെ പോകാൻ സമയമില്ലാത്തതുകൊണ്ടും ഇപ്പോൾ ഇത് ചെയ്യേണ്ട, കറക്റ്റ് സമയമാകുമ്പോൾ കൊടുക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് വിട്ടുപോയത്, അല്ലെ വിട്ട് കളഞ്ഞത്. പിന്നെ ഇവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഒരു ഇൻ്റർവ്യൂ വരാവോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സമയത്തിന് ഇത്ര വാല്യൂ ഉണ്ട്, എനിക്ക് ക്ലീനപ്പിനൊക്കെ ഇറങ്ങുന്ന സമയമാണ്, അതുകൊണ്ട് ഈ വാല്യൂ തന്നാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ തന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു സാധനം അഭിനയിക്കാവോ, ഇങ്ങനൊരു സാധനം നമുക്ക് സെറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞതുമല്ല, അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി നമ്മൾ ഇല്ലാണ്ടായി പോകുന്ന രീതിയിലായിരുന്നു ഒരു സംഭവം പറഞ്ഞത്. അതും കൂടെ അഭിനയിച്ചിരുന്നെങ്കിൽ നമ്മളങ്ങ് പൊളിഞ്ഞു വേനെ. പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യത്തില്ല, വേണേൽ ഇങ്ങനെ ചെയ്യാം. അതായത് സാനിറ്റൈസർ അടിക്കുമ്പോൾ അവർ സാനിറ്റൈസർ അടിക്കുമ്പോൾ ഞാൻ ട്രിഗർ ആവാനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സെറ്റാവില്ല, വേണമെങ്കിൽ ഞങ്ങൾ സാനിറ്റൈസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾ ട്രിഗർ ആയിക്കോ, അത് ഞങ്ങൾ പ്രോപ്പറായിട്ട് സംസാരിച്ച് സോൾവ് ആക്കിക്കോളാം. അവരത് പ്രശ്നമാക്കാനാണ് ആ അവതാരകയോട് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരിയെ വരെ നമ്മൾ പ്രോപ്പറായിട്ട് കൺവിൻസ് ചെയ്ത് ഒന്ന് ശാന്തമാക്കി എന്നുള്ളതാണ് അവിടെയുള്ള കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ.
നമ്മൾ പിന്നെ തെർമൽ പേപ്പറിന്റെ കാര്യത്തിൽ നല്ലോണം എല്ലാവരും സൂക്ഷിച്ചോണം. നമ്മുടെ എല്ലാവരുടെയും കയ്യിലോട്ട് പെട്ടെന്ന് എത്തുന്ന സാധനം ഈ തെർമൽ പേപ്പറിന്റെ റെസിപ്റ്റുകൾ തന്നെയാണ്. അതിനകത്തുള്ള കെമിക്കൽസ് സ്കിന്നിലൂടെ ആണെങ്കിലും വലിച്ച് അകത്ത് കയറാൻ ചാൻസ് ഉണ്ടെന്നുള്ളതും. താളിയോലയൊക്കെ വേണം ഇവനുമായിട്ട് ചുറ്റിപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്തുകാരൊക്കെ സൂക്ഷിക്കണം. KCBക്കാർ പെടും. ഇവന് മറ്റേ പേപ്പറിൽ പോയി കഴിഞ്ഞാൽ നടപടിയാവത്തില്ല. അതുവഴി അവന്റെ സ്കിന്നിൽ കൂടെ ക്യാൻസർ വലിച്ച് അത് കയറ്റി അത് ഹൃദ്രോഗിയായി, പിന്നെ അത് കിഡ്നിയെ ബാധിച്ച്, പിന്നെ സാധനത്തിൽ നിന്ന് വെള്ളം വരാതെ ഒരുപാട് വലിയൊരു രോഗിയായി മാറും നമ്മള്. അങ്ങനെയാണ്. അണ്ണന്റെ ടെൻഷൻസ് ഒക്കെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്നുള്ളത് ആക്ച്വലി റെസ്പെക്റ്റബിളും ആണ്, നല്ല ഫണ്ണിയാണ് കേട്ടോ. എന്തിനാണ് ഇത്രയും സത്യസന്ധമായിട്ടും സോഷ്യൽ മീഡിയ നിങ്ങളുടെ കൺസേൺസിനെ കുറിച്ച് പറയല്ലേ? ഇത് നിങ്ങൾക്ക് തന്നെ പണിയാ കേട്ടോ, സൂക്ഷിച്ചോ. അങ്ങനെയാണ് പച്ച വീട്ടിൽ കൃഷ്ണേഷ് പറയുന്നത്. ബാക്കി കേൾക്കാം. അത് കയറി കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ്. ക്യാൻസർ, നിനക്ക് ക്യാൻസർ ആയിട്ടുള്ള പരിപാടിയിൽ നീ മനുഷ്യനെ പേടിപ്പിക്കാതെ നീ. ഞാൻ ആക്ച്വലി പറയുന്നത് സത്യസന്ധമായിട്ടുള്ള പഠനങ്ങളിൽ നിന്നുള്ള കാര്യം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടി വരുന്നുണ്ടെങ്കിൽ അത് അത്രയും വ്യക്തമായിട്ട് അത്രയും സ്പഷ്ടമായിട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. പിന്നെ നിങ്ങൾക്ക് ആ പേടി വരുന്നത് സത്യം പറഞ്ഞാൽ അത് വരണം. നമ്മളെല്ലാവരും പേടിക്കേണ്ട കാര്യങ്ങളാണ് ഈ തെർമൽ പേപ്പറിൻ്റെയൊക്കെ വിഷയങ്ങൾ, മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ വിഷയങ്ങൾ. ഇതൊക്കെ കളിയാക്കലുകൾ മാത്രമായിട്ട് പോകേണ്ട സാധനമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിൽ നിന്നൊക്കെ ഉള്ള പോസിറ്റീവ് സൈഡ് എടുത്ത് ഒരു എക്കോ ഫ്രണ്ട്ലി, ഒരു ഗ്രീൻ ആയിട്ടുള്ള ലൈഫിലേക്ക് മാറുക. താഴ്ത്താവോ അങ്ങനെയൊക്കെ തരം താഴ്ത്തുന്നത് കാണുമ്പോൾ അത് കണ്ട് രസിക്കാൻ ഈ ലോകം മുഴുവൻ ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ സാധനം എനിക്ക് ലൈഫിൽ വേണം. ഇത് വിട്ട് കളഞ്ഞിട്ടുള്ള കളികളൊന്നുമില്ല. പിന്നെ എന്റെ സംസ്കാരവും എന്റെ ആത്മാർത്ഥതയും എന്റെ എത്തിക്സും എന്റെ പ്രോട്ടോകോൾസും അതും വിട്ടിട്ടുള്ള കളികളൊന്നുമില്ല. ഗ്രീനോ, നിന്റെ കയ്യിലിരിക്കുന്ന ആ സാധനം എനിക്കും വേണം. എന്റെ എത്തിക്സും എന്റെ പ്രോട്ടോകോളും ഒക്കെ ഞാനും കളയുക. അവിടെയാണ് ഞാൻ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങളുടെ എത്തിക്സും നിങ്ങളുടെ പ്രോട്ടോകോളൊക്കെ വിടുക. ഏത് എൻ്റെ കയ്യിലിരിക്കുന്ന ആ സാധനത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞത് എൻ്റെ എത്തിക്സും എൻ്റെ പ്രോട്ടോകോൾസും എൻ്റെ ആറ്റിറ്റ്യൂഡും ഇതൊന്നും കളയാണ്ടാണ് ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങാൻ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം കേട്ടോ. തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ സാധനം എനിക്ക് ലൈഫിൽ വേണം. ഇത് വിട്ട് കളഞ്ഞിട്ടുള്ള കളികളൊന്നുമില്ല. പിന്നെ എന്റെ സംസ്കാരവും എന്റെ ആത്മാർത്ഥതയും എന്റെ എത്തിക്സും എന്റെ പ്രോട്ടോകോൾസും അതും വിട്ടിട്ടുള്ള കളികളൊന്നുമില്ല. എത്തിക്സും പ്രോട്ടോകോൾസും ഒന്നും ഒരിക്കലും വിട്ടിട്ടുള്ള കളിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അണ്ണൻ്റെ കാര്യം സത്യസന്ധമായിട്ട് സമ്മതിച്ചു എന്നുള്ളത് പ്രശംസനീയമാണ്. നീ പറ. ഞാൻ പറയാം, അണ്ണനും പറ. ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പണിയെടുക്കുകയും ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ വായിലിടാനാണ് പണിയെടുക്കുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ബാക്കിയുള്ളവരൊക്കെ വേറെന്തൊക്കെയോ കാര്യത്തിനാണ് പണിയെടുക്കുന്നത്. അയ്യോ, ഇയാളുടെ കാര്യം ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ. ഇയാൾ എന്തിനാണ് ഇത്രയും സത്യസന്ധനാവുന്നതെന്ന് എനിക്ക് മനസ്സിലാണല്ലോ. ബാക്കിയുള്ളവരെല്ലാവരും എന്തിനൊക്കെയാണ് പണിയെടുക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തിനാണ് പണിയെടുക്കുന്നതെന്നും ഞാനിവിടെ എന്താണ് ചെയ്യുന്നതെന്നും ഞാൻ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അത് കണ്ട് കുരു പൊട്ടുന്നവർ കുരു പൊട്ടിക്കോ, അത് എൻ്റെ വിജയമാണ്. അതിലൂടെ എനിക്ക് പൈസ കിട്ടും. എടി, നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലീൻ ലിക്വിഡിനെ വാട്ടർ ടാങ്ക് ഡീപ് ക്ലീനിങ് ലിക്വിഡ് ഉണ്ട്, അതുപോലെ തന്നെ ബാത്റൂം ഡീപ് ക്ലീനിങ് ലിക്വിഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഡിഷ് വാഷും വീട്ടിലെ ഓൾ പർപ്പസ് ക്ലിയർ ആയിട്ടും ഒക്കെ ഉള്ള എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാന്നുള്ള ഫോർമുലയൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് തലയാടാ. പിന്നെ നീ പഠിച്ചത് ബയോളജി സയൻസോ? പിന്നെ എന്തുകൊണ്ട് നീ MBBS പഠിച്ചില്ല? നിനക്ക് എന്തൊരു തലയാടാ. എന്തായാലും പണിയാ എല്ലാരും. എന്റെ ബുദ്ധിക്ക് ബുദ്ധി, വിദ്യാഭ്യാസം മാത്രം പോലെ ഇറക്കാൻ എന്റെ കയ്യിൽ പൈസയും കൂടെ വേണ്ടേ? അപ്പൊ പൈസയുടെ പേരിൽ ഇതേപോലെ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ അതിന്റെ ആവശ്യം വരുന്നില്ല. സെമസ്റ്റർ ഫീ ആയിട്ട് വെറും $1750 ഉണ്ടെങ്കിൽ സെൻട്രൽ ഏഷ്യൻ കൺട്രി ആയിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾക്കും ഇനി മുതൽ MBBS പഠിക്കാം. പാകിസ്ഥാനിൽ ആർക്കെങ്കിലും MBBS പഠിക്കണമെങ്കിൽ ഇവരെ സമീപിച്ചാൽ മതി. 1750 രൂപയല്ല, ഡോളറാണ്. നോക്കിയൊക്കെ എത്രയാണ് പാകിസ്ഥാനിലാണ്. ആക്ച്വലി എനിക്ക് എന്ത് തലയാണെന്നുള്ളത് ദേ ഇവിടെ വ്യക്തമായിട്ടുണ്ട്. സംഭവം ഞാൻ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തതാണ്. ഉസ്ബെക്കിസ്ഥാനിൽ ഫെർഗാന യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ വിഗ എഡ്യൂക്കേഷൻ ത്രൂ MBBSൻ്റെ അഡ്മിഷൻ വന്നിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഏതാണ് ജാനുവരി ഇൻടേക്കിൽ ഓപ്പൺ ആണ്, അപ് ടു മാർച്ച് വരെ ഓപ്പൺ ആണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അത് ആക്ച്വലി ഞാൻ തുടങ്ങിയ രീതി ഒരു സ്പെഷ്യൽ സാധനം ആയതുകൊണ്ട്, ഇങ്ങനെയുള്ളവരെ ഒന്ന് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് സംഭവം ദേ കയറി വന്നിട്ടില്ലേ. ഒരു റിയാക്ഷൻ വീഡിയോയിൽ വരെ നമ്മുടെ ആ പ്രൊമോഷണൽ കണ്ടന്റ് വന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു മൂവ് ആണെന്ന് നോക്കിയേ. എൻ്റെ തല കടലിൽ നിന്ന് അടിഞ്ഞു കയറിയേക്കുന്ന ഈ പോളയിലൊക്കെ ഇടയിൽ നിന്ന് കാണാൻ പറ്റിയേക്കുന്ന ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ഇതിന്റെ പേര് വാക്യൂട്ടൈനർ ട്യൂബ് എന്നാണ്. അതായത് വീഡിയോ എൻ്റെ ആയിക്കോട്ടെ വേറെ ആരുടെയും ആയിക്കോട്ടെ ഒരു കണ്ടന്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കയറ്റി വെക്കുമ്പോൾ ഉണ്ടല്ലോ,
അത് ഫുള്ളായിട്ട് കാണിച്ചില്ലെങ്കിലും അതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഒരു റേഷ്യോയിലായിരിക്കും കാണിക്കുന്നത്. പക്ഷെ അത് കാണിക്കുമ്പോൾ ഈ പറയുന്ന ആളുടെ മുഖം ഒന്ന് ഫുള്ള് കാണിച്ചാൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മറ്റേ ആളുമായിട്ട് കണക്ഷൻ കിട്ടൂല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വേസ്റ്റ് എല്ലാം പൊതു സ്ഥലങ്ങളിൽ വരുന്നതിന് വർക്കലയൊക്കെ നിന്നെ നോക്കിയിരിക്കുകയാണ് സുനാമി അടിക്കാനായിട്ട്. നീ അവിടെയും കൂടെ പോയി എന്തെങ്കിലുമൊക്കെ പറക്ക്. ഇവൻ എന്തായാലും സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ചെയ്യുന്ന കാര്യം നല്ലത് തന്നെ. ഇല്ലാത്ത നമ്മളത് പറയാതിരിക്കുന്നു. താങ്ക് യു, ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ വർക്കലയിലെന്നല്ല, കേരളത്തിലെ എല്ലാ ബീച്ചിലും ഞാൻ വരാൻ റെഡിയാണ്. എൻ്റെ കൂടെ അണ്ണൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ അണ്ണൻ എപ്പോൾ കാണുന്നു അപ്പോൾ ഇപ്പോൾ കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല. ഇല്ലേ എനിക്ക് ഇൻസ്റ്റയിലായിക്കോട്ടെ. ഇൻസ്റ്റയിൽ മാത്രമേ മെസ്സേജ് ഇട്ട് കാര്യമുള്ളൂ. ഫേസ്ബുക്കിൽ ഞാൻ നോക്കത്തില്ല, കാണാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി അതും അല്ലെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പിലോട്ട് മെസ്സേജ് ഇട്ടോ. അവിടെയും ചിലപ്പോൾ എനിക്കൊന്ന് വർക്കുകളായിരിക്കും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇൻസ്റ്റ ആണെങ്കിലും കമൻ്റ് ആണെങ്കിലും മേ ബി ഞാൻ കണ്ടേക്കാം. അല്ലേ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്താലും മതി. അണ്ണൻ നാളെയോ മറ്റന്നാളോ വരാൻ റെഡിയാണെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് വർക്കിലേന്നല്ല, വേണമെങ്കിൽ ഓൾ കേരള ബീച്ച് ക്ലീനപ്പ് ചെയ്യാം. ഓക്കെ, അത് ഞാനും ചെയ്യുന്നില്ല, വേറൊരാളും ചെയ്യുന്നില്ല. അത് കണ്ടന്റ് മേക്ക് ചെയ്യാനോ വാട്ട് എവർ ഇറ്റ് ഈസ് അവനത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. ബ്രോ ഐ ലവ് യു. ആ ഒരു കാര്യത്തിൽ താങ്ക് യു. ആ കാര്യത്തിൽ മാത്രം അംഗീകരിച്ചാൽ മതി. അതിൽ അംഗീകരിക്കണമെന്ന് പോലും ഞാൻ ആവശ്യപ്പെടുന്നില്ല. റെസ്പെക്ട് കിട്ടിയില്ലെങ്കിലും ഉണ്ടല്ലോ, അറ്റാക്കുകൾ കിട്ടാണ്ടിരുന്നാൽ മതി. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇത്തിരി ഫണ്ണി വൈബിലാണ് പോയേക്കുന്നത്. പക്ഷേ ചില വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളങ്ങ് അടിച്ച് താഴ്ത്തിയിട്ട് അവർക്ക് കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ, അവരുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് ചില ടീംസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ട് അവരാണ് ലോകം, അവരാണ് ദൈവം എന്നും പറഞ്ഞുകൊണ്ട് കുറേ പണിയും പഠിത്തം ഒന്നുമില്ലാത്ത കുറേ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരെയും അല്ല കേട്ടോ പറയണേ. ഒരു പരിപാടി ഇല്ലാതെ ചുമ്മാ കണ്ട ട്രോളും കണ്ടിട്ട് കണ്ടവൻ്റെ ലൈഫിൽ കുത്തിക്കയറാൻ ചെല്ലുന്ന പിള്ളേരെയാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ളവന്മാരുള്ളതുകൊണ്ട് എനിക്കിപ്പം ബീച്ച് ക്ലീനപ്പൊക്കെ ആണെങ്കിലും എൻ്റെ ഫാമിലി ആയിട്ടൊക്കെ അങ്ങനെ പോകാൻ കുറേയൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. കുറേയൊക്കെ ആ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾക്ക് മേ ബി ഒരു അടി കിട്ടുമ്പോഴായാലും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളാരെങ്കിലും ഒക്കെ വന്നെങ്കിൽ, നിങ്ങളാരുടെയിലും ഒക്കെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് നല്ല കണ്ടന്റും ക്രിയേറ്റ് ചെയ്യാം. ഇതുണ്ടാക്കാനാണ് ഞാനും ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടാലേ എനിക്ക് കിട്ടത്തുള്ളൂ. സോ ഇതുപോലെയുള്ള എല്ലാ ആൾക്കാരും നമ്മളേതായിട്ടുള്ള രീതിയിൽ ഇവിടെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അണ്ണൻ്റെ റിയാക്ഷൻ സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൈസ ഉണ്ടാക്കാനാണ് റിയാക്ട് ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കാനാണ് ഞാൻ ഈ റിയാക്ഷനെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ സൈഡ് കറക്റ്റായിട്ട് കൺവേ ചെയ്യണമെന്ന് തോന്നി. നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട എൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ കാണുന്നതുകൊണ്ടാണ്. അല്ല, ഇഷ്ടപ്പെടാത്തവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കളികളല്ല ഈ നടക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ ബൈ.